ചെറിയ പ്രായത്തിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ട വിഷയം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിദേശ രാജ്യങ്ങളിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നതിനേക്കാൾ ഏകദേശം ഒരു ദശകം മുമ്പ് തന്നെ നമ്മുടെ വികസ്വര രാജ്യങ്ങളിൽ, ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങളിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 30കളിലും 40കളിലും മേജർ ഹാർട്ട് അറ്റാക്കായിട്ട് വരുന്ന യുവാക്കളുടെ എണ്ണം പണ്ടത്തേതിനും വളരെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ 29, 25, 30 വയസ്സിലുള്ള ഹാർട്ട് അറ്റാക്ക് ഒരു മാസത്തിൽ ഒരെണ്ണമെങ്കിലും നമ്മൾ ദിവസവും എല്ലാ ഇവിടെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങളിൽ കാണാറുണ്ട്. ഇത് വളരെ ഒരു ഭയാനകമായ കണ്ടീഷനാണ്. ഇവരുടെ പ്രൊഫൈൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സാധാരണ പറയപ്പെടുന്ന അപകട ഘടകങ്ങൾ അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും കാണാറില്ല. പ്രഷർ, ഡയബറ്റീസ്, പലപ്പോഴും സ്മോക്കിങ്ങും ഇല്ല. ഇതെല്ലാം ഇല്ലാതെ തന്നെ മേജർ ഹാർട്ട് അറ്റാക്ക് വരുന്നത് വളരെ ഒരു നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പലപ്പോഴും ജോലി സംബന്ധമായ സ്ട്രെസ്സ് ഉള്ള ചില പ്രൊഫഷനിലാണ് വളരെ കൂടുതലായിട്ടും നമ്മൾ കാണുന്നത്. ഇപ്പോൾ IT മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ധാരാളം ടാർഗറ്റ്സ് ഉണ്ട്. ടാർഗറ്റ്സ് മീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ അനാരോഗ്യകരമായ വർക്ക് ഷെഡ്യൂളുകളും വർക്ക് ടൈമിങ്ങുകളും ഈ സ്ട്രെസ്സിനെ കൂട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞ് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ അത് ഫലപ്രദമായി മാറുകയും ബാക്കി ബ്ലോക്കുകളൊന്നുമില്ല എന്ന് കാണുകയും ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം ഈ ക്ലോട്ട് വരാനുള്ള കാര്യം പലപ്പോഴും സ്ട്രെസ്സായിരിക്കും. സാധാരണ ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെയുള്ള ബ്ലോക്ക് വന്നിട്ട് പിന്നെ ക്ലോട്ട് വരുന്നതായിട്ടല്ല കാണുന്നത്. അപ്പോൾ സ്ട്രെസ്സും ഹാർട്ട് അറ്റാക്കും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് യുവജനങ്ങളിൽ. രണ്ടാമത്തെ പ്രധാന കാരണം സ്മോക്കിംഗ് ആണ്. ചെറുപ്പകാലം മുതലേ ധാരാളം പുകവലിക്കുന്ന ആൾക്കാർക്ക് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കൊളസ്ട്രോൾ അടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ രക്തം കട്ട പിടിച്ച് മേജർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്ട്രെസ്സും പുകവലിയുമാണ് യുവജനങ്ങളിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമ്മൾ കാണുന്നത്.